ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് നാരങ്ങയും ഈന്തപ്പഴവും കൊണ്ടുള്ള ഒരു അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 1 കിലോ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ വെച്ച് ആവി കയറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കത് 4ആയിട്ട് മുറിച്ചെടുത്ത് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈന്തപ്പഴമാണ്. 400 ഗ്രാം ഈന്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുരു കളഞ്ഞ് അടത്തി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണിത്. പിന്നെ നമുക്ക് ഇതിന് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഞാൻ നേരത്തെ തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ്. അച്ചാർ പെട്ടെന്ന് കേടായി പോകാതിരിക്കാനായിട്ടൊക്കെ നമുക്ക് നല്ലെണ്ണയാണ് ചേർക്കുന്നത്. പിന്നെ ഇനി അതിനകത്ത് കടുകിട്ടു, ഇച്ചിരി ഞാൻ ശകലം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഞാൻ ചെറിയതായിട്ട് ഇഞ്ചിയും ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ ഞാനൊന്ന് അരച്ച് ചെറിയ പേസ്റ്റ് രൂപത്തിൽ ഞാൻ അതും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചേർക്കുന്നത് ഇച്ചിരി ഈ അച്ചാറിനൊക്കെ ഗ്രേവിയൊക്കെ കൂട്ടിയെടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചേർക്കുന്നത് പതിവാണ്. പിന്നെ ഞാൻ ശകലം കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഈ മുളക് പൊടി ഒരു 4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിനി മുറിച്ച് വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും കൂടെ നമുക്കതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഇച്ചിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കാനുണ്ട്. വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് അലുത്ത് വരാൻ വേണ്ടിയാണ്. ഈന്തപ്പഴം നന്നായിട്ടൊന്ന് അലുത്ത് വരും അങ്ങനെ വിനാഗിരി ഒഴിച്ച് കൊടുക്കുമ്പോൾ. പിന്നെ ഞാൻ ശകലം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര ചേർക്കുന്നത് അത് നാരങ്ങയുടെ കയ്പും പുളിയും ഉപ്പും ഇതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയാണ് ശർക്കര ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങ കഷ്ണങ്ങളാക്കി ആ ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്നിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നാരങ്ങ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നന്നായിട്ടൊന്ന് ഇളക്കി അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.